പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പീഡനക്കേസിലും ഗർഭചിത്രക്കേസിലും പ്രതിയായി ജാമ്യമില്ലാതെ ജയിലിൽ കഴിഞ്ഞ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പല കാര്യങ്ങൾക്കും അഭിപ്രായം പറഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള പിന്തുണയാണ് പുള്ളിക്കാരന് ലഭിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് ഇത്രയും ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തതിന്റെ പേരിൽ കേസുകൾ നിലവിലുണ്ടെങ്കിലും ഒരു ജനപ്രതിനിധിയായ എം.എൽ.എക്ക് ഇത്രത്തോളം പിന്തുണ വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് നിലവിൽ മലയാളത്തിലെ മുൻനിര വാർത്താ മാധ്യമങ്ങളിലൊന്നായ റിപ്പോർട്ടർ TV നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സർവേയിലൂടെ വ്യക്തമാകാൻ പോകുന്നത്. 2026 നിയമസഭാ പോരാട്ടത്തിന് ഇനിയും സമയമുണ്ടെങ്കിലും ഡിജിറ്റൽ ലോകത്ത് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. റിപ്പോർട്ടർ TV പുറത്തുവിട്ട ഒരു സിമ്മിൽ നിന്ന് ഒരു വോട്ട് എന്ന പുതിയ സർവേയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. യഥാർത്ഥത്തിൽ സർവേയുടെ പേര് ഒരു സിമ്മിൽ നിന്ന് ഒരു വോട്ട് എന്നല്ല, അവർ സർവേ നടത്തുന്ന രീതിയാണത്. ആ രീതി എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യമാകും. സാധാരണഗതിയിൽ ചാനൽ സർവേകൾ വരും പോകും, പക്ഷെ ഇത്തവണ കഥ വേറെയാണ്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ കേരളം, പ്രത്യേകിച്ച് പ്രതിപക്ഷം, ഈ സർവേയെ ഇത്രയധികം ഭയക്കുന്നത്? ഇതൊരു വെറും വോട്ടെടുപ്പാണോ, അതോ പാർട്ടികളുടെ സംഘടനാശേഷി അളക്കുന്ന ഒരു ലിറ്റ്മസ് ടെസ്റ്റാണോ? ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ സർവേയുടെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളാണ്. സൈബർ ഇടങ്ങളിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ജനപിന്തുണയ്ക്ക് ഒരു OTP, അതായത് വൺ ടൈം പാസ്വേഡ് വെരിഫിക്കേഷനെ അതിജീവിക്കാൻ കെൽപ്പില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഈ സർവേയിലെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ആ ഒരൊറ്റ നിബന്ധനയാണ്. വോട്ട് ചെയ്യാൻ മൊബൈൽ നമ്പർ വേണം, അതിൽ വരുന്ന OTP അടിക്കണം. ഒറ്റനോട്ടത്തിൽ നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ കേരളത്തിലെ ചില സൈബർ പോരാളികൾക്ക് ഇത് നൽകുന്ന ഷോക്ക് ചെറുതല്ല. കഴിഞ്ഞ കുറേ കാലമായി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ കാണുന്ന ഒരു പ്രവണതയുണ്ട്. സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിനെതിരെ വരുന്ന കമന്റുകളുടെയും ലൈക്കുകളുടെയും കുത്തൊഴുക്ക്. ആയിരക്കണക്കിന് ലൈക്കുകൾ നിമിഷങ്ങൾക്കുള്ളിൽ വരുന്നു. പീഡനക്കേസിലും ഗർഭചിത്രക്കേസിലും ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങി 2 ദിവസം കഴിഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോഴൊക്കെ പുള്ളിക്ക് കിട്ടിയ സോഷ്യൽ മീഡിയ പിന്തുണ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇതിൽ എത്ര പേർ യഥാർത്ഥ മനുഷ്യരാണ്? അത്തരത്തിലുള്ള ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ടർ TV തങ്ങളുടെ സർവേയിൽ ഈ നീക്കം നടത്തിയിരിക്കുന്നത്. റിപ്പോർട്ടർ TVയുടെ ഈ നീക്കം യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ്? അത് ആ ഫേക്ക് ID ഫാക്ടറികളെ തന്നെയാണ്. ഒരു സിം കാർഡ് എടുക്കാൻ ആധാർ കാർഡ് വേണമെന്നിരിക്കെ 1000 വോട്ട് ചെയ്യാൻ 1000 സിം കാർഡ് സംഘടിപ്പിക്കുക എന്നത് നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ സർവേ ഫലം വരുമ്പോൾ സോഷ്യൽ മീഡിയയിലെ ഹൈപ്പ് ആർക്കാണെന്നും മണ്ണിൽ വേരുള്ളത് ആർക്കാണെന്നും കൃത്യമായി തെളിയും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെയാണ് UDF കേന്ദ്രങ്ങൾ വിയർക്കുന്നത്. സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ചെടുത്ത വമ്പൻ തരംഗം ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചില്ലെങ്കിൽ അത് അവരുടെ സൈബർ പ്രചരണങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ തകർക്കും. ഈ സർവേയിൽ കോൺഗ്രസിന് എങ്ങനെയാണ് പണി കിട്ടിയത്? നമുക്ക് കോൺഗ്രസിന്റെ നിലപാടിലേക്ക് വരാം. ചില കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ നിന്ന് കേൾക്കുന്നത് ഞങ്ങൾ ഈ സർവേ ബഹിഷ്കരിക്കുന്നു എന്നാണ്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മത്സരത്തിൽ നിന്ന്, അതും സുതാര്യമായി നടക്കുന്ന മത്സരത്തിൽ നിന്ന് ആരെങ്കിലും ഒളിച്ചോടുമോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിന് ശേഷം UDF ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലായിരുന്നു. സർക്കാർ വിരുദ്ധ വികാരം അലയടിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും അവർക്ക് പ്രതീക്ഷിക്കാൻ ഒത്തിരിയുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സർവേ അവർക്കൊരു സുവർണാവസരമല്ലേ? ജനങ്ങൾ സർക്കാരിനെ വെറുക്കുന്നുണ്ടെങ്കിൽ അവർ കൂട്ടത്തോടെ വന്ന് UDFന് വോട്ട് ചെയ്യേണ്ടതല്ലേ? എന്നിട്ടും എന്തിനാണ് ബഹിഷ്കരണം? ഉത്തരം ലളിതമാണ്: ഭയം. തങ്ങളുടെ അണികളെ ബൂത്ത് തലത്തിൽ ഏകോപിപ്പിച്ച് കൃത്യമായി വോട്ട് ചെയ്യിക്കാനുള്ള സംഘടനാ സംവിധാനം തങ്ങൾക്കില്ല എന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഫേസ്ബുക്കിൽ പോസ്റ്റിടാൻ ആളുണ്ടാകും, പക്ഷേ ഒരു ലിങ്ക് അയച്ച് വോട്ട് ചെയ്യൂ എന്ന് പറയാൻ ആരുമില്ല. അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള ബന്ധം കോൺഗ്രസ് നേതാക്കൾക്ക് നാട്ടുകാരുമായി ഇല്ല. ഇവിടെയാണ് CPM എന്ന കേഡർ പ്രസ്ഥാനം വ്യത്യസ്തമാകുന്നത്. അവർക്ക് സർവേ ജയിക്കാൻ ഫേക്ക് ഐഡികൾ വേണ്ട. ഓരോ ബൂത്തിലും കൃത്യമായ കണക്കുള്ള അച്ചടക്കമുള്ള പാർട്ടി കേഡർമാരുണ്ട്. ആ മനുഷ്യരെ എണ്ണിയാൽ തന്നെ ഏത് ഓൺലൈൻ സർവേയും അട്ടിമറിക്കാനുള്ള കരുത്ത് LDFനുണ്ട്. ആ യാഥാർത്ഥ്യം കോൺഗ്രസ് തിരിച്ചറിയുന്നുമുണ്ട്.
നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോകാം. അടുത്തിടെ വന്ന മനോരമ ന്യൂസ് സി വോട്ടർ സർവേ ഓർമ്മയുണ്ടല്ലോ. അതിൽ സർക്കാരിനെതിരെ ചില വികാരങ്ങൾ പ്രകടമായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കണക്കുണ്ട്. ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യം. പിണറായി വിജയന്റെ ജനപ്രീതിയിൽ ഇടിവുണ്ടായി എന്ന് വാദിച്ചവർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. പകരക്കാരനായി VD സതീശൻ ഉയർന്നു വന്നില്ല. പിണറായി വിജയന്റെ ഗ്രാഫ് താഴ്ന്നപ്പോൾ അത് നേട്ടമാക്കാൻ പ്രതിപക്ഷ നേതാവിന് സാധിച്ചില്ല എന്നർത്ഥം. ഇതാണ് ആൾട്ടർനേറ്റീവ് അഥവാ പകരക്കാരനില്ലാത്ത അവസ്ഥ. റിപ്പോർട്ടർ ടിവിയുടെ സർവേയിലും ഇത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമാണ്. 10 വർഷം ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ അത് ഉണ്ടാകും. പക്ഷേ അതിനപ്പുറം ഇനി UDF ഭരണം എന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മറ്റൊന്ന് UDFിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും വേണ്ടി ഗ്രൂപ്പുകൾ തിരിഞ്ഞു വോട്ട് ചെയ്താൽ അത് UDFിന്റെ ആകെ വോട്ടിനെ ബാധിക്കില്ലേ? സർവേയിൽ സതീശനേക്കാൾ വോട്ട് ചെന്നിത്തലയ്ക്ക് കിട്ടിയാൽ അത് കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടാക്കും. ഒരുപക്ഷെ ആ പൊട്ടിത്തെറി ഒഴിവാക്കാൻ കൂടിയാകാം ബഹിഷ്കരണം എന്ന കവചം അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കാനുള്ള കാര്യം റിപ്പോർട്ടർ സർവേയിൽ സതീശനേക്കാൾ വോട്ട് ചെന്നിത്തലയ്ക്കുണ്ട് എന്നുള്ളതാണ്. പലരും ചോദിക്കുന്നു, ഇതൊരു ഓൺലൈൻ സർവേ അല്ലേ, ഇതിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മിനിയേച്ചർ പതിപ്പായി കാണാൻ പറ്റുമോ എന്ന്. ഉത്തരം ഇല്ല എന്നും ഉണ്ട് എന്നുമാണ്. ബലത്തിന്റെ കാര്യത്തിൽ ഇതൊരു മിനിയേച്ചർ അല്ലായിരിക്കാം. കാരണം ഓൺലൈനിൽ ഇല്ലാത്ത പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും വോട്ട് ഇതിലില്ല. ആ വോട്ടുകൾ പരമ്പരാഗതമായി ഇടത്തോട്ട് ചായുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ സർവേയിൽ UDF മുന്നിലെത്തിയാൽ പോലും ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യം LDFന് ചിലപ്പോൾ അനുകൂലമായിരിക്കും. എന്നാൽ ഇതൊരു സംഘടനാ മിനിയേച്ചറാണ്. 2026 വോട്ട് പിടിക്കാൻ ഏത് പാർട്ടിയുടെ മെഷീനറിയാണ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത് എന്ന് ഈ സർവേ തെളിയിക്കും. OTP ചോദിക്കുന്ന സാങ്കേതിക കുരുക്കുകളുള്ള ഒരു സർവേയിൽ പോലും തങ്ങളുടെ അണികളെ പങ്കെടുപ്പിക്കാൻ CPMന് സാധിച്ചാൽ തെരഞ്ഞെടുപ്പ് ദിവസം ഇതിലും വലിയ ചിട്ടയോടെ അവർ പ്രവർത്തിക്കുമെന്ന് ഉറപ്പാണ്. അവസാനമായി ഒരു കാര്യം, സോഷ്യൽ മീഡിയയിലെ ആരവങ്ങൾക്കും ലൈക്കുകൾക്കും അപ്പുറം കേരളത്തിന്റെ മണ്ണിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അത് ക്ഷേമ പെൻഷനുകളുടെയും കിറ്റുകളുടെയും വികസനത്തിന്റെയും ഒക്കെ രാഷ്ട്രീയമാണ്. ഈ സർവേ ഫലം എന്തുതന്നെയായാലും അത് നൽകുന്ന കൃത്യമായ സൂചനയുണ്ട്. വായുവിലുള്ള കോട്ടകൾക്ക് ആയുസ്സില്ല. ബോട്ടുകളെയും വ്യാജ ഐഡികളെയും നയിക്കുന്നവർക്ക് താൽക്കാലികമായി കയ്യടി കിട്ടിയേക്കാം. പക്ഷേ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരെ ഓർഗനൈസ് ചെയ്യാൻ കെൽപ്പുള്ളവർക്കാണ് അന്തിമ വിജയം. ആ ഓർഗനൈസിംഗ് പവർ 2026 ആർക്കൊപ്പമാണ്? റിപ്പോർട്ടർ ടിവിയുടെ ഈ സർവേ ഒരുപക്ഷെ ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കുള്ള ആദ്യത്തെ ചൂണ്ടുപലകയായേക്കാം. കാത്തിരുന്ന് കാണാം കേരളം ആർക്കൊപ്പം എന്ന്.